നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു കുഷ്ഠരോഗ സൗഖ്യം നൽകുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40 മുതൽ 45 വരെ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ചാലും. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞു അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായകൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. കർത്താവായ യേശുക്രിസ്തു പ്രസംഗിക്കുന്നതിനിടയിൽ ആളുകൾ രോഗസൗഖ്യത്തിനായി സമീപിച്ചു. തൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ട സകല രോഗികൾക്കും, ഉടന്തർക്ക്, കുരുടർക്ക്, ചെകിടർക്ക്, പക്ഷപാത രോഗികൾക്ക് ഒക്കെ യേശു, ഭൂതഗ്രസ്തർക്കൊക്കെ യേശു സൗഖ്യം നൽകി. ഇതൊക്കെ കേട്ട ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അക്കാലത്തെ ഏറ്റവും നിന്ദ്യമായ രോഗം കുഷ്ഠരോഗമായിരുന്നു. അത് ദൈവത്തിൻ്റെ ശാപമാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് കുഷ്ഠരോഗം ഉണ്ടായാൽ അവന് വീട് വിട്ടു പോകണം, അവന് അധരം മൂടണം, തല മൂടാതിരിക്കണം, അവൻ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിക്കണം, ജനസമൂഹത്തിൻ്റെ അടുക്കൽ വരരുത്, നിർജ്ജന സ്ഥലത്ത് പാർക്കണം, ആരെങ്കിലും വല്ലതും എറിഞ്ഞു കൊടുത്താൽ അത് കഴിക്കണം. കാരണം അത് പകർച്ചവ്യാധിയാണ്, അതിന് മരുന്നില്ല. അവന് സൗഖ്യം നൽകാൻ മന്ത്രവാദികൾക്കൊന്നും സാധിക്കത്തില്ല. പക്ഷേ ഈ ഒരു കുഷ്ഠരോഗി വിശ്വസിച്ചു, യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, എൻ്റെ ശാപമാണ് രോഗമെങ്കിൽ, ഈ കുഷ്ഠരോഗി ശാപമാണെങ്കിൽ ആ ശാപത്തെ നീക്കാൻ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിന് കഴിയും എന്നവൻ പൂർണ്ണമായി വിശ്വസിച്ചു. അവൻ യേശുവിനെ സമീപിച്ചു പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. കുഷ്ഠരോഗിയുടെ കൈവിരലുകൾ മുറിഞ്ഞു പോകും, കാൽവിരലുകൾ മുറിഞ്ഞു പോകും, മൂക്ക് പതുങ്ങിപ്പോകും, അവൻ്റെ ചുണ്ടൊക്കെ വരണ്ടു പോകും, പല്ല് കൊഴിഞ്ഞു പോകും, അവൻ്റെ കണ്ണൊക്കെ കൺപോളകളൊക്കെ മൂടിയിട്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞു പോകും, ചെവിയൊക്കെ പുണ്ണു വന്നിട്ട് ആ ചെവി അടഞ്ഞു പോകും. അങ്ങനെ ദേഹമാസകൽ അടിതൊട്ട് മുടിവരെ ബാധിക്കുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം. പക്ഷേ യേശു ദൈവമായതുകൊണ്ട്, ആദാമിനെ മണ്ണുകൊണ്ട് മെനഞ്ഞ ദൈവമായതുകൊണ്ട്, ഹൗവയെ മെനഞ്ഞ ദൈവമായതുകൊണ്ട് തീർച്ചയായിട്ടും യേശുവിന് എന്നെ പുതിയൊരു മനുഷ്യനാക്കി മെനയാൻ കഴിയും എന്നാണ് അവൻ വിശ്വസിച്ചത്. യേശു അവനെ തൊട്ടു. ആദാമിനെ മണ്ണുകൊണ്ട് മെനഞ്ഞ അതേ കരം ഈ മനുഷ്യനെ തൊട്ടപ്പോൾ അവന് ശുദ്ധി വന്നു. അവന് കാഴ്ച കിട്ടി, കേൾവി കിട്ടി, നടക്കാൻ സാധിക്കുന്നു, പ്രവർത്തിക്കാൻ കൈകൾ ബലമുള്ളതായിട്ട് മാറുന്നു, അവന് സംസാരിക്കാൻ അവൻ്റെ നാവിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നു, അവന് അടിതൊട്ട് മുടി വരെ സുഖം ഉണ്ടാകുന്നു. പക്ഷേ യേശു ഒരു കാര്യം പറയുകയാണ്, നീ ഇതാരോടും പറയരുത്. ഇന്നത്തെ കാലത്ത് വലിയ ക്രൂസൈഡുകൾ, വലിയ മീറ്റിങ്ങുകൾ, കൺവെൻഷൻ സ്ഥലങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ രോഗികളെ കൊണ്ടുവരിക, രോഗശാന്തി ശുശ്രൂഷ, ഞങ്ങൾ സൗഖ്യം തരും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ യേശു അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ രോഗികളെ കൊണ്ടുവരിക, ഞാൻ സൗഖ്യം തരാമെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായിട്ട് യേശു നീ ആരോടും പറയരുതെന്നാണ് യേശു പറയുന്നത്. കാരണം യേശു വന്നത് രോഗസൗഖ്യം നൽകാനല്ല. യേശു വന്നത് ആളുകളുടെ ഭൗതിക കാര്യത്തിൽ അവരെ സഹായിക്കാനല്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം രോഗമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടല്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്, ദൈവമില്ല എന്നുള്ളതാണ്. മനുഷ്യന് ദൈവത്തെയാണ് കിട്ടേണ്ടത്.
മനുഷ്യന് പാപമോചനമാണ് കിട്ടേണ്ടത്, ദൈവപ്രസാദമാണ് കിട്ടേണ്ടത്, ദൈവാനുഗ്രഹമാണ് കിട്ടേണ്ടത്. അതിന് യേശു ശാപമാകാൻ പോവുകയാണ്, കുരിശിൽ മരിക്കാൻ പോവുകയാണ്. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മനുഷ്യന്റെ ശാപം മാറി ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു, ദൈവപ്രസാദം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തെ കിട്ടുകയാണ്. ഇതാണ് പ്രസംഗിക്കേണ്ടത്. അല്ലാതെ രോഗസൗഖ്യമല്ല, സാമ്പത്തിക ഞെരുക്കം മാറുമെന്നല്ല. അതൊക്കെ പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ്. പാപമാണ് പ്രശ്നം, ദൈവമില്ലായ്മയാണ് പ്രശ്നം. മനുഷ്യന് വേണ്ടത് ദൈവത്തെയാണ്. അതുകൊണ്ടാണ് താൻ കുഷ്ഠരോഗ സൗഖ്യം നൽകിയിട്ട് അവനോട് പറഞ്ഞത്, നീ ആരോടും പറയരുത്. കാരണം ഞാൻ രോഗസൗഖ്യം നൽകാൻ വന്നയാളല്ല, ഞാൻ പാപമോചനം നൽകാൻ വന്നവനാണ്, മനുഷ്യർക്ക് ദൈവത്തെ നൽകാൻ വന്നവനാണ്. മനുഷ്യന് വേണ്ടത് ദൈവത്തെയാണ്. ഇതാണ് യേശു പഠിപ്പിച്ചത്. യേശു അവനോട് പറഞ്ഞു, നീ പോയിട്ട് യഹൂദന്മാർക്ക് കുഷ്ഠരോഗ സൗഖ്യം വന്നാൽ പുരോഹിതനെ കാണിക്കണം. പുരോഹിതന് ചില ചടങ്ങുകളൊക്കെ, അതായത് ഒരു പ്രാവിനെ വെള്ളത്തിൽ അറുത്തിട്ട് വേറൊരു പ്രാവിനെ ആ വെള്ളത്തിൽ മുക്കി പറപ്പിച്ചു വിടുന്ന അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പറഞ്ഞു വിട്ടു. പക്ഷെ അവൻ പോയി ചെയ്തത് ആ നാട് നീളെ യേശു ദൈവമാണ്, യേശു എനിക്ക് കുഷ്ഠരോഗ സൗഖ്യം നൽകി, യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്ന് പ്രസംഗിച്ച് നടക്കാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, അതൊരു നല്ല കാര്യമാണ്. യേശു പറയാതെ യേശുവിനെ കുറിച്ച് പറയുക നല്ല കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു നൽകിയ ഈ പാപമോചനം, യേശു നൽകിയ ഈ ജീവിത രൂപാന്തരം, അത് തൻ്റെ സകല കഴിവ് ഉപയോഗിച്ച് പറയുക എന്നുള്ളത് ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതാണ് ലോകം മുഴുവൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ പറയുന്നത് ഈ സുവിശേഷം അറിയിക്കുന്നവർ ഏതോ പൈസ മേടിച്ച് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണെന്നാണ്. ഒരിക്കലുമല്ല. ഞാൻ കഴിഞ്ഞ 49 വർഷമായി യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്. ആരും ശമ്പളം തന്നിട്ടില്ല, ഒരു പൈസ പോലും ശമ്പളമില്ല. ഞാൻ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിനെ സമീപിച്ചു. അപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സാലറി ഇല്ല, ഇന്ന് വരെ ഒരു സാലറി ഞാൻ വാങ്ങിച്ചിട്ടില്ല. അവർക്ക് അത്ഭുതം. പിന്നെ എങ്ങനെ ജീവിക്കുന്നു? ദൈവം തരുന്നു, ദൈവം പ്രേരണ കൊടുക്കുന്ന ചില ദൈവമക്കൾ തരുന്നു. അതല്ലാതെ ഒരു സാലറി ഇല്ല, ഒരു ട്രാൻസ്ഫർ ഇല്ല, ഒരു പ്രൊമോഷൻ ഇല്ല. ഇപ്പോൾ ഈ നേർവീതി പ്രഭാഷണം ഇത് 2000 എപ്പിസോഡുകളാകാൻ പോവുകയാണ്. 2000 ദിവസത്തിലധികമായി ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ 6-7 വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. അത് സൗജന്യമായി ചെയ്യുകയാണ്. യേശു അങ്ങനെയല്ലേ പറഞ്ഞത്? സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. ഇതിൽ ഓരോ എപ്പിസോഡിൽ പോലും നിങ്ങളെ കഴിവുള്ള സംഭാവന തരണമേ എന്ന് പറഞ്ഞിട്ടില്ല. മരിക്കുന്നത് വരെ അതൊട്ട് പറയുകയുമില്ല. കാരണം എൻ്റെ യേശു സൗജന്യമായിട്ടാണ് സുവിശേഷം അറിയിച്ചതെങ്കിൽ അങ്ങനെ വേണം സുവിശേഷം അറിയിക്കാൻ. കർത്താവ് സഹായിക്കട്ടെ. യേശു പറഞ്ഞു, ആരോടും പറയരുത്. കാരണം രോഗസൗഖ്യമല്ല വലിയത്, പാപമോചനമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പാപമോചന സുവിശേഷം നമുക്കറിയിക്കാം. ആളുകൾക്ക് പാപമോചനം ഉണ്ടാകട്ടെ, ആളുകൾക്ക് ദൈവത്തെ കിട്ടട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.